നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ശശി തരൂരിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാകുന്നത്. കോൺഗ്രസ് അധ്യക്ഷനായി ഒരു ദളിത് നേതാവ് വളരെ പിന്നോക്കം നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും പടവെട്ടി മുന്നോട്ട് വന്ന് രാഷ്ട്രീയത്തിൽ ഉന്നതങ്ങൾ കീഴടക്കിയ ഒരു പ്രതിഭ തന്നെയാണ് സാക്ഷാൽ മല്ലികാർജ്ജുന ഖാർഗെ. കർണാടകത്തിലെ ഒരു ദളിത് കുടുംബത്തിൽ ജനിച്ച് വലിയ തോതിൽ സവർണ വിഭാഗക്കാരുടെ ആക്രമണങ്ങളും അവഗണനയും നേരിട്ടാണ് മല്ലികാർജ്ജുന ഖാർഗെ രാഷ്ട്രീയത്തിൽ പിച്ചവെച്ചു തുടങ്ങിയത്. പിന്നീട് അദ്ദേഹം കർണാടകത്തിലെ കരുത്തനായ കോൺഗ്രസ് നേതാവായി മാറി. ഏറ്റവും പ്രഗത്ഭനായ ആഭ്യന്തരമന്ത്രിയായി, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായി, പിന്നീട് കോൺഗ്രസ് അധ്യക്ഷനായി. എന്നാൽ ഖാർഗെയെ കൊണ്ട് ഇനി പാർട്ടി നടത്തിക്കൊണ്ടു പോവുക അത്ര സാധ്യമല്ലെന്നുള്ള നിലപാടിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ചിന്തയിലാണ് കോൺഗ്രസിലെ ദേശീയ തലത്തിലുള്ള നേതാക്കൾ. ദിഗ്വിജയ് സിംഗിനെ പോലെയുള്ളവർ ഖാർഗെയെ മാറ്റി കുറച്ചുകൂടെ ചെറുപ്പക്കാരനായ ഒരാളെ കോൺഗ്രസ് അധ്യക്ഷനാക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസ് അധ്യക്ഷനാകട്ടെ എന്ന നിലപാടിലേക്കൊരു അഭിപ്രായ സമന്വയം ഡൽഹിയിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഖാർഗെയെ കൊണ്ട് ഇനി ഇത് വലിപ്പിക്കേണ്ട എന്നാണ് പലരും പറയുന്നത്. കാരണം ബീഹാറിൽ ഏറ്റ തിരിച്ചടിയും പരാജയവും അത് വളരെ കനത്തതാണ്. അതിൽ നിന്ന് മറികടക്കണമെങ്കിൽ, അതിനെ അതിജീവിക്കണമെങ്കിൽ കോൺഗ്രസ് ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും. മല്ലികാർജ്ജുന ഖാർഗെയെ പോലെ ഒരാളെ കോൺഗ്രസ് അധ്യക്ഷനാക്കി നിലനിർത്തിക്കൊണ്ട് ഇനിയും ജനങ്ങളെ അഭിമുഖീകരിച്ചാൽ, പ്രത്യേകിച്ച് യുവാക്കളെയൊക്കെ അഭിമുഖീകരിച്ചാൽ കോൺഗ്രസിന് തിരിച്ചടി ഒരു തുടർക്കഥയായി മാറുമെന്നാണ് പല നേതാക്കളും പറയുന്നത്. അതുകൊണ്ട് ഖാർഗെയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിയണമെന്ന നിലപാടിലേക്ക് പ്രമുഖ നേതാക്കൾ എത്തിച്ചേർന്നുവെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധിയുടെ ബലത്തിലാണ് മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷനായത്. കാരണം നെഹ്റു കുടുംബത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടയാളാണ് ഖാർഗെ. അശോക് ഗെഹ്ലോട്ടിനെയാണ് ആദ്യം അവർ ഉദ്ദേശിച്ചതെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം കളഞ്ഞ് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ താനില്ല എന്ന നിലപാടിൽ അശോക് ഗെഹ്ലോട്ട് ഉറച്ചു നിന്നു. അങ്ങനെയാണ് മല്ലികാർജ്ജുന ഖാർഗെക്ക് നറുക്ക് വീഴുന്നത്. അതല്ല, അശോക് ഗെഹ്ലോട്ട് കോൺഗ്രസ് പ്രസിഡന്റ് ആകില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് മുന്നോട്ട് വയ്ക്കുകയും പിൻവാതിലിലൂടെ ഖാർഗെയെ പ്രസിഡന്റ് ആക്കുകയും ചെയ്യുകയായിരുന്നു നെഹ്റു കുടുംബമെന്ന ആരോപണവും കോൺഗ്രസിനുള്ളിൽ പതിയെ പലയിടത്തായി പണ്ട് തന്നെ കേട്ടിരുന്നു. ഏതായാലും ഖാർഗെ നല്ലൊരു നേതാവാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ പ്രായാധിക്യം അദ്ദേഹത്തിന് വലിയ തടസ്സമാണ്. 84 വയസ്സോടടുത്ത, അല്ലെങ്കിൽ 84 വയസ്സ് കഴിഞ്ഞ മല്ലികാർജ്ജുന ഖാർഗെക്ക് ഇനി ഇന്ത്യയിലെ പുതിയ തലമുറയെ അഭിസംബോധന ചെയ്യാൻ കഴിയില്ല. അദ്ദേഹത്തിനെ പോലെ ഒരാളെ കോൺഗ്രസ് അധ്യക്ഷനാക്കി വയ്ക്കുന്നത് ഇനി അപകടകരമാണെന്നും, ഒന്നുകിൽ രാഹുൽ ഗാന്ധി തന്നെ കോൺഗ്രസ് അധ്യക്ഷനാകണം, അല്ലെങ്കിൽ താരതമ്യേന ചെറുപ്പക്കാരനായ ഒരു ഉത്തരേന്ത്യൻ മുഖത്തെ കോൺഗ്രസ് അധ്യക്ഷനാക്കണം. എങ്കിൽ മാത്രമേ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് ഒന്നുകൂടെ പാർട്ടിക്ക് കടന്നു ചെന്ന് വീണ്ടും പാർട്ടിയെ ഒന്ന് പൊടി തട്ടിയെടുത്ത് സുസജ്ജമാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പല നേതാക്കളും പറയുന്നത്. അതുകൊണ്ട് മല്ലികാർജ്ജുന ഖാർഗെക്ക് സ്ഥാനം ഒഴിയേണ്ടി വരുമെന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹം 2 വർഷത്തിലധികം പൂർത്തിയാക്കി. ഇനി അടുത്ത AICC സമ്മേളനത്തിൽ അദ്ദേഹത്തെ മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഭരണഘടനാ ക്രമം. എന്നാൽ ഒരു പ്രത്യേക സമ്മേളനം കൂടി, അല്ലെങ്കിൽ ഒരു പ്ലീനറി സമ്മേളനമോ വർക്കിംഗ് കമ്മിറ്റി മീറ്റിങ്ങോ കൂടി ഖാർഗെയിൽ നിന്ന് ചുമതല മാറ്റി പുതിയൊരു ചെറുപ്പക്കാരനായ ഒരാൾക്ക് ആ ചുമതല കൊടുത്താൽ ഹിന്ദി ബെൽറ്റിൽ കോൺഗ്രസിന് കൂടുതൽ പിടിച്ചു നിൽക്കാനുള്ള സ്പേസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഒന്നുകിൽ കോൺഗ്രസ് അധ്യക്ഷനായി രാഹുൽ ഗാന്ധി തന്നെ വരട്ടെ, അതല്ലെങ്കിൽ കുറച്ചുകൂടെ ഖാർഗെയേക്കാൾ ചെറുപ്പമായൊരു മുഖം കോൺഗ്രസ് നയിക്കാനുണ്ടാകട്ടെ. അത് ഉത്തരേന്ത്യയിൽ നിന്നായാൽ വളരെ നല്ലത്. കാരണം ഹിന്ദി ബെൽറ്റിലാണ് കോൺഗ്രസ് ചുരുങ്ങി ഇല്ലാതാകുന്നത്. അതുകൊണ്ട് ഹിന്ദി ബെൽറ്റിൽ നിന്നുള്ള നേതാവ് കോൺഗ്രസ് അധ്യക്ഷനായി, രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റൊരു നേതാവ് കോൺഗ്രസ് അധ്യക്ഷനായി വന്നാൽ അത് വലിയ ഗുണം പാർട്ടിക്ക് ചെയ്യും. ഇനി അതിജീവനത്തിൻ്റെ പാതയിൽ ഇത്തരം ചില കടുത്ത നടപടികൾ കൊണ്ടേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നും, അല്ലെങ്കിൽ കോൺഗ്രസ് വരും കാലങ്ങളിൽ പതിയെ മാഞ്ഞു പോകുമെന്നാണ് പല നേതാക്കളും രഹസ്യമായി സമ്മതിക്കുന്നത്.